വെൽക്കം ബാക്ക്. നമുക്ക് വയനാട് തുരങ്കപാത വേണ്ടേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ ആൻഡ്രോ അഗസ്റ്റിൽ കൂടി എത്തിയതിന് ശേഷം ഞാൻ എൻ്റെ കൂട്ടത്തിലേക്ക് വരാം. വയനാടുകാരനാണല്ലോ. അരുൺ സാറേ, വളരെ വിഷമമുണ്ട്. നമ്മൾ വയനാട്ടുകാരെന്നുള്ള നിലയ്ക്ക് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് യാത്രാ സൗകര്യമില്ല എന്നുള്ളതാണ്. നമ്മൾക്കൊരു നല്ല മെഡിക്കൽ കോളേജില്ല, നല്ല റോഡില്ല, നല്ല ഒരു പാലമില്ല. നമുക്ക് എന്തെങ്കിലും ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒന്നില്ലെങ്കിൽ മൈസൂർ ഭാഗത്തേക്ക് പോകണം, അല്ലെങ്കിൽ കണ്ണൂർ ഭാഗത്തേക്ക് പോകണം, അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തേക്ക് വരണം. ഇതെല്ലാം ചുരമാണ്. അവിടെ ഒരു നല്ല റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ആരും ശ്രമിക്കുന്നില്ല. അവിടെ 2-3 ബദൽപാതയ്ക്ക് സംവിധാനമുണ്ട്. അവിടെ പൂഴിത്തോട് ഹൈവേ ഉണ്ടാക്കാം, കുറ്റ്യാടി ഭാഗത്തേക്ക് ഇറക്കാം, ചുരം ഇല്ലാതെ തന്നെ ഇറങ്ങാവുന്ന റോഡാണ്. അത് ഫോറസ്റ്റിൻ്റെ കേസ് വന്ന് അവിടെ പ്രശ്നമായി കിടക്കുകയാണ്. ഫോറസ്റ്റുകാർ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ നിലമ്പൂർ ഭാഗത്തേക്ക് ഇറക്കാനുള്ള ഹൈവേക്കുള്ള റോഡ് പണിയാനുള്ള സംവിധാനമുണ്ട്. അവിടെ ഫോറസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ട് അവിടെയും വർക്ക് കിടക്കുന്നില്ല. പിന്നെ നമുക്ക് ആകെ എന്താണ്, താമരശ്ശേരി ചുരമുണ്ട്. താമരശ്ശേരി ചുരം മാത്രമാണ് ഏക ആശ്രയം എന്ന് പറയുന്നത്. ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂർ 3 മണിക്കൂർ ബ്ലോക്കിൽ കിടക്കാതെ ഒരു വയനാട്ടുകാരൻ കോഴിക്കോടേക്ക് ഇറങ്ങില്ല എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. ഇത് വയനാട്ടുകാരുടെ ഒരു വലിയ പ്രശ്നമാണ്. ഇത് അധികാരികൾക്കോ ജനങ്ങൾക്കോ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോ കോടതിക്കോ മനസ്സിലാവാത്ത കാര്യമല്ല. കാരണം ഇവരെ ബാധിക്കാത്ത പ്രശ്നമായതുകൊണ്ട് ആൾക്കാർ അതിനെ വലിയ കാര്യമായി എടുക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. വയനാട്ടുകാരനോട് നിങ്ങൾ തുരങ്കപാത എങ്ങനെ നിങ്ങൾ തുറക്കാതെ ഞങ്ങൾക്കൊരു വഴി വേണം എന്നുള്ളത് മാത്രമേ വയനാട്ടുകാരന് പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ സത്യം പറയണമെങ്കിൽ ഇത് വളരെ ചെറിയ ഒരു 3 നിയോജക മണ്ഡലം മാത്രമുള്ള ഒരു ജില്ലയാണ്. കൽപ്പറ്റ, ബത്തേരി, മാനന്തവാടി. 3 ആകെ 3 MLA മാരേ ഉള്ളൂ. അവിടെ മറ്റുള്ള ജില്ലകൾക്കെല്ലാം 10, 12, 13 MLA മാരുള്ള സ്ഥലത്ത് ആകെ 3 പേരേ ഉള്ളൂ. അതിൻ്റെ അത് 2 MLA മാരെന്ന് പറഞ്ഞാൽ SC ST സംവരണ മണ്ഡലങ്ങളാണ്, ബത്തേരി, മാനന്തവാടി. ഒരു ജനറൽ സീറ്റിൽ വരുന്നതാരാ? ഒരേ ഒരാളാണ്, കൽപ്പറ്റ. ഇപ്പോൾ സിദ്ദിഖാണ് MLA, ഒറ്റ ഒരാൾ മാത്രമാണ്. 2. അപ്പോൾ എന്താണ്, ജനപ്രതിനിധികൾക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല, രാഷ്ട്രീയക്കാർക്കും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ എന്താണ്, ഇതിനകത്ത് സാമ്പത്തിക താല്പര്യമുള്ളവർ മാത്രം ഇതിനോട് എന്തെങ്കിലും അവിടെ ഇത് ചെയ്താൽ ഗുണമുണ്ട്. അതുകൊണ്ട് എന്താണ്, നഞ്ചങ്കോട് റെയിൽവേക്ക് വേണ്ടിയിട്ട് എത്രയോ നാളായി. കാരണം മൈസൂർ ബോർഡർ വരെ കൊണ്ട് റെയിൽവേ നിൽക്കുകയാണ്, താഴെ നിലമ്പൂർ ബോർഡറിലും ടൈം നിൽക്കുകയാണ്. ഹൈവേ ചുരമില്ലാതെ തന്നെ നഞ്ചങ്കോട് റെയിൽവേ കണക്ട് ചെയ്യാൻ പറ്റും. ആരും അതിന് എന്തെടുക്കുന്നില്ലല്ലോ, ഒരു റിസ്ക് എടുക്കുന്നില്ല. ആകെ ഒരു വഴിയാണുള്ളത്, ബത്തേരി തുടങ്ങിയിട്ട് മൈസൂർ പോകുന്ന ഒരു വഴി. അതാണ് രാത്രികാല നിരോധനം കിട്ടി ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ ഇങ്ങനെ ഒരു സ്ഥലത്ത്? രാത്രി 9 മണി രാവിലെ ആകെ ഒരു വഴിയാണുള്ളത്, ഒരേ ഒരു വഴി. ആ വഴിയാണ് രാത്രി എന്ത് ചെയ്യുന്നത്, രാത്രി 9 മണിക്ക് രാവിലെ 6 മണി വരെ അടച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് വയനാടിൻ്റെ ഒരു പൊതുസ്ഥിതി എന്ന് പറയുന്നത്. പിന്നെ ഈ തുരങ്കപാതയിലേക്ക് വന്നു കഴിഞ്ഞാൽ, തുരങ്കപാത എന്ന് പറയുന്നത് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ചെയ്തില്ല എന്നുള്ള സാങ്കേതികമായ കാര്യത്തെക്കുറിച്ച് വയനാട്ടുകാർക്ക് വലിയ ധാരണ ഉണ്ടാവത്തില്ല. പക്ഷെ അത് ആർക്ക് ധാരണ ഉണ്ടാവണം? സർക്കാരിനും ജനപ്രതിനിധികൾക്കൊക്കെ ധാരണ ഉണ്ടാവണ്ടേ, ഇത് ചെയ്യുന്ന ആൾക്കൊക്കെ ധാരണ ഉണ്ടാവണ്ടേ. ഈ ജൂൺ ജൂലൈ മാസത്തിൽ വയനാട്ടിൽ JCB പണിയെടുക്കാൻ പറ്റാത്ത സമയമാണ്. JCB മഴക്കാലമാണ്. ജൂൺ ജൂലൈ മാസത്തിൽ സാധാരണ എന്ന് പറഞ്ഞാൽ അവിടെ പെയ്യുന്ന മഴ എന്ന് പറയുന്ന ആവറേജ് 100 ഡിഗ്രിക്ക് മേലെ മഴ പെയ്യുന്ന സ്ഥലമാണ്. നല്ല ഒറ്റപ്പെട്ട മഴ എന്നൊക്കെ പറഞ്ഞാൽ 250-300 ഡിഗ്രി മഴയും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാ? നിങ്ങൾ പഠിച്ച കാലത്ത് എങ്ങനെയാണ്? വൈത്തിരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ലക്കിടിയാണ്. ലക്കിടി ഭാഗത്താണ്. എന്താ കാരണം? അതെന്ന് പറയുന്നത് വെസ്റ്റേൺ ഘാട്ടാണ്. മനസ്സിലായോ? പശ്ചിമഘട്ട മലനിരകളാണ് ആ ഏരിയ മുഴുവൻ. അപ്പം ഇങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലക്കിടി വൈത്തിരി ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അത് കോഴിക്കോടിനെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. കുറച്ചുകൂടി ഇങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ മേപ്പാടി ഭാഗത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വടുവഞ്ചാൽ ഭാഗത്തേക്ക് വന്നാൽ അത് നിലമ്പൂരിനെ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതങ്ങനെ ഒരു സ്ട്രെച്ചാണ്. എത്ര അടിയാണ് അതിൻ്റെ ഏറ്റവും ഹൈറ്റ് എന്ന് പറഞ്ഞാൽ? 6900 അടിയാണെന്ന് വിചാരിക്കുന്നത്. ചെമ്പ്ര പീക്കാണ് 6900 അടി. സമതലത്തിൽ നിന്ന് താഴെ കടലിൻ്റെ സ്ഥലത്ത് 6900 അടി മേലെയാണ് ചെമ്പ്ര പീക്ക് നിൽക്കുന്നത്. ആ ചെമ്പ്ര പീക്ക് പൊട്ടി ഒലിച്ചിട്ടാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായത്. അതിൻ്റെ പ്രത്യേകത എന്താ? അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചെമ്പ്ര പീക്കിൻ്റെ സൈഡിൽ കൂടെ പോകുന്നവർക്കറിയാം. എനിക്കവിടെ തോട്ടമുള്ള സ്ഥലമാണ്. അതിൻ്റെ സൈഡിൽ കൂടെ മനസ്സിലാവുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ എല്ലാ 1 കിലോമീറ്റർ വലിയ ചാലുകൾ കാണാം. എങ്ങനെയാണ്? ഇത് മുഴുവൻ പൊട്ടി ഒലിച്ച് പോയിട്ടുള്ളതാണ്. പണ്ട് കാലം തുടങ്ങി പൊട്ടി ഒലിച്ച് പോയിട്ടുണ്ടാവും. നിങ്ങൾ ഈ മഴക്കാലത്ത് ചെന്ന് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ഒരു ഗുണത്തിൽ വലിയ വെള്ളം ഒഴുകുന്നത് കാണാം. കാരണം ഇങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെ കാണാം. അത് പാലം വെച്ചിട്ടുണ്ടാവും, അങ്ങനെ പോയിട്ടുണ്ടാവും. നിങ്ങൾ ചൂരമലയ്ക്കൊക്കെ പോയാൽ കണ്ടല്ലോ, അതിങ്ങനെ പൊട്ടി ഒലിച്ച് വന്നിട്ടുള്ളതാണ്. ആ പൊടിച്ചതിൻ്റെ ചോട്ടിലാണ് എന്ത് ചെയ്യുന്നത്, ഈ തുരങ്കപാത കൊണ്ട് പണിയുന്നത്. ഇപ്പം തുരങ്കപാത മേപ്പാടി കല്ലാടിയിൽ നിന്ന് തുടങ്ങിയിട്ട് ആനിക്കാംപോയിൽ താഴെയാണല്ലോ തുടങ്ങേണ്ടത്. സാധാരണ നമ്മൾ തുരങ്കപാത ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ്? സമതലത്തിലായിരിക്കും ഒരു വലിയ മലയുണ്ടാവും. ഈ മല തുറന്ന് അപ്പുറം എത്തുക, ഒരു നേർരേഖ ആ സംവിധാനത്തിനുണ്ടാവും എന്നുള്ളതാണ്. വയനാടിനെ സംബന്ധിച്ചുള്ള അങ്ങനെ നേർരേഖയില്ലല്ലോ. കാരണം മേലെ ഒരു സമതലാണ്, താഴെ ഒരു സമതലാണ്. മേലെ അത് എങ്ങനെ മൈസൂർ വരെ പോകും. വയനാട്ടിൽ ലക്കിടി കയറി കഴിഞ്ഞാൽ അത് ഒറ്റ സ്ട്രെച്ചാണ്, അങ്ങ് പോവുകയാണ്. പിന്നെ വേറെ മലയും കുന്നൊന്നുമില്ല.
കാരണം ഇടുക്കി പോലെ അല്ലല്ലോ, വയനാടിനെ സംബന്ധിച്ചിടത്തോളം മേലെ കയറിയ പിന്നെ നിരപ്പാണ്, മുഴുവൻ നിരപ്പാണ്. താഴേക്ക് വന്നാൽ താഴെ വലിയ പിന്നെ താഴേക്ക് ഗർത്തമാണ്, 6900 അടി ഗർത്തമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു മനസ്സിലുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഏകദേശം ഒരു 1000 അടി പിന്നെ ഹൈറ്റ് ഉണ്ടാവും ഏത് ഈ അടിവാരത്ത് നിന്നും, അല്ലെങ്കിൽ സമതലത്തിൽ നിന്ന് 1000 അടി ഹൈറ്റിലായിരിക്കും ഈ പറയുന്ന എവിടെ പിന്നെ നമ്മുടെ ആനിക്കാംപോയിലുള്ളത് അല്ലേ. ഈ ആനിക്കാംപോയിൽ നിന്നും ഏകദേശം 2900 അടി ഹൈറ്റുള്ള കള്ളാടിയിലേക്കാണ് നാഷണൽ ഹൈവേ പണിയുന്നത്, ഈ തുരങ്കപാത പണിയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാവുക? ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾ 1000 തുടങ്ങിയിട്ട് 2900 അടി ഹൈറ്റിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു സംവിധാനം, ഒരു ഹൈവേ ആണ് ഉണ്ടാവുക, തുരങ്കമാണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഒരു തുരങ്കം പണിയാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്റ്റഡി അവിടെ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ രീതിയിൽ സംശയമുണ്ട്. കാരണം അങ്ങനെ ഒരു സാങ്കേതിക സംവിധാനം നമ്മുടെ സംവിധാനത്തിൽ എന്തായാലും ഇല്ല. അത് കിഫ്ബിനെ കൊണ്ട് നടക്കാൻ പോകുന്നില്ല, ഇവിടെയുള്ള DWD ഉദ്യോഗസ്ഥനെ കൊണ്ടോ നടക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് തന്നെ അറിയാവുന്നതാണ്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ്. നമുക്ക് ഈ ചൂരന്മല ഉരുള് പൊട്ടിയ സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ, ഈ പിന്നെ ചേമ്പ്ര പീക്ക് മലേൻ്റെ മേലെ എങ്ങനെയാണ് ഇത്രയും വലിയ വെള്ളം വന്നത്? ഒരു മിനിറ്റിൽ എത്രയോ ഘനമടി, അത് ഒരു ഏരിയ മുഴുവൻ ഒലിച്ചു പോകാൻ പാകത്തിന് വെള്ളം എങ്ങനെയാണ് അതിൻ്റെ മേലെ വന്നേ? അപ്പോൾ അവിടെ ഒരു വാട്ടർ സ്റ്റോറേജ് ഉണ്ടാവുമല്ലോ, വാട്ടർ സ്റ്റോറേജ് ഉണ്ടല്ലോ. അതിന് നമ്മളെന്താ പറയുക, ഭൂഗർഭജലം. ഏത് വയനാടിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ്, വയനാട്ടിലെ എല്ലാ കാലത്തും പിന്നെ മല പൊട്ടുന്ന സമയത്ത് ഭൂഗർഭജലത്തിന് അവിടെ ഒരു സ്രോതസ് ഉണ്ടാവും. ആ സ്രോതസ്സിൽ നിന്നാണ് ഏതുണ്ടാകുന്നത്, ചാലിയാർ പുഴയുണ്ടാകുന്നത്. ചാലിയാർ എന്ന് പറയുന്നത് മലബാറിലെ ഏറ്റവും വലിയൊരു പുഴയാണ് അല്ലേ, വലിയൊരു പിന്നെ നദിയാണ്. ആ നദി ഉണ്ടാകുന്നത് ഈ ചേമ്പ്ര പീക്കിൻ്റെ ടോപ്പിൽ നിന്നാണ്. ആ ചേമ്പ്ര പീക്ക് തുറക്കുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിക്കണ്ടേ, ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ആലോചിക്കണ്ടേ? അങ്ങനെ ആലോചിച്ച ഒരാളെ വയനാട്ടുകാരനായി കാണിച്ചു തരാൻ പറ്റുമോ? ഞാൻ അതിനെ വലിയ പരിസ്ഥിതി പ്രവർത്തനമൊന്നും പറയുന്നില്ല. അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തനമൊന്നും ഞാൻ വലിയ രീതിയിൽ വിശ്വസിക്കുന്ന ആളുമല്ല. കാരണം അവർക്ക് അവരുടേതായ അജണ്ട വെച്ച് കുറച്ച് പരിസ്ഥിതി പ്രവർത്തനം മുന്നോട്ട് പോകുന്നു എന്നതിനേക്കാളും അപ്പുറം അവർക്ക് അവിടെ വലിയ പരിസ്ഥിതി സ്നേഹമൊന്നും അവിടെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് അവരുടേതായ സംവിധാനങ്ങളൊക്കെ പരിസ്ഥിതി സ്നേഹത്തിന് മേലെയുണ്ട്. പക്ഷേ ഏതെങ്കിലും വയനാട്ടുകാർ ഒരു 4 പേരെ ആ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയാൽ ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അറിയാവുന്ന ഒരു 4 പേരെ ഒരാളെ ഉൾപ്പെടുത്തിയിട്ടില്ല. ആരാണ് പണിയുന്നത്? കൊങ്കൺ റെയിൽവേയാണ് പണിയുന്നത്. കൊങ്കൺ റെയിൽവേ ഏതാ? ഈ സൗത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു തുരങ്കം പണിതിട്ടുണ്ടോ? ഒരെണ്ണം പണിത ആൾക്കാരാണോ സൗത്ത് ഇന്ത്യയിൽ? ഇത് പിന്നെ നമ്മുടെ ഒരു നിയമത്തിൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തുരങ്കം നമ്മൾ തുരക്കുന്നത് എവിടെ നിന്നാണ് തുരക്കുന്നത്? പാറയാണ് തുരക്കുന്നത്. പാറയ്ക്ക് മുൻപിലുള്ള മണ്ണുകൾ മുഴുവൻ എടുത്തു മാറ്റിയിട്ടാണല്ലോ തുരക്കുകയാണ് സാധാരണ ചെയ്യുക എന്നുള്ളത്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇങ്ങനെ തുരങ്ങാൻ പോകുന്നതിൻ്റെ റൈറ്റ് സൈഡിലും ഭിത്തിയാവും, ലെഫ്റ്റ് സൈഡിലും ഭിത്തിയാവും. അങ്ങനെയാണല്ലോ നമ്മൾ തുറക്കുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ ഭിത്തിയാവുമല്ലോ. ഞാൻ നോക്കുന്ന സമയത്ത് എന്താ കാണുന്നറിയോ, ലെഫ്റ്റ് സൈഡിലെ ഭിത്തി അതാണല്ലോ ഇപ്പോൾ ഇടിഞ്ഞിങ്ങോട്ട് പോകുന്നത്. ഇടിഞ്ഞിൻ്റെ 15 അടി അപ്പുറം ആരെ സ്ഥല? ഫോറസ്റ്റ് ഭൂമിയാണ്. അപ്പം ഇവരെ ഭയങ്കര ഇക്കോളജി സർവേയും പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് PWD ഡിപ്പാർട്ട്മെൻറ്റൊക്കെ കൂടി ഇരുന്നിട്ട് എടുത്ത തീരുമാനമാണല്ലോ. ഈ 15 അടി അപ്പുറം ഫോറസ്റ്റ് ഭൂമി ഉള്ളപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ കുത്തനെ വെട്ടിക്കീറി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇടിഞ്ഞില്ല എന്നാണോ വിചാരിക്കുന്നത്? പ്രത്യേകിച്ച് വയനാട് പോലെ സ്ഥലത്ത് എവിടെ വേണേൽ ഇടിച്ചോളൂ. നിങ്ങൾ കുത്തനെ ഇങ്ങനെ മണ്ണെടുത്ത് മാറ്റിയാൽ ഇത് ഇടിയില്ലേ? അതിവിടെ മണ്ണ് കൂട്ടിയതൊക്കെ മാറ്റി വെച്ചോളൂ, ഇടിയില്ലേ? സാധാരണ നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മളൊരു വീടിൻ്റെ മണ്ണെടുക്കുന്ന സമയത്ത് നമ്മളൊരു സ്ലോപ്പ് കൊടുക്കും, ഒരു 4-5 സ്ലോപ്പ് കൊടുക്കും. എനിക്ക് നോർമലി അറിയാവുന്ന കണക്ക് വെച്ചിട്ട് 1 മീറ്ററിന് 1.5 മീറ്റർ സ്ലോപ്പാണ് കൊടുക്കുക. 1 മീറ്ററിന് 1.5 മീറ്റർ, ഏകദേശം ഒരു 20 മീറ്റർ ഹൈറ്റാണ് ഉള്ളതെങ്കിൽ എത്ര വേണം? 20 മീറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം 30 മീറ്റർ സ്ലോപ്പ് വേണം. എങ്കിൽ മാത്രമാണ് ഇത് ഇടിഞ്ഞാതിരിക്കുകയുള്ളൂ അല്ലേ? ഈ 30 മീറ്റർ സ്ലോപ്പ് പോകത്തിന് കണ്ട 15 അടിക്കപ്പുറം എന്താണ്? ഫോറസ്റ്റ് ഭൂമിയാണ്. 15 അടിക്കപ്പുറം ഫോറസ്റ്റ് ഭൂമിയാണ്. ആ ഫോറസ്റ്റ് ഭൂമി ഫോറസ്റ്റുകാർ കയ്യിൽ വെച്ചിട്ടാണ് പറയുന്നത് എന്ത്, നിങ്ങളിവിടെ മതിൽ കെട്ടിയില്ല എന്നുള്ളതാണ്. ഈ സോയിൽ പിന്നെ നെയിലിംഗ് എന്ന് പറഞ്ഞ സംവിധാനം ഉണ്ടല്ലോ, എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊരു കാര്യം പറയാം. സോയിൽ നെയിലിംഗ് എന്താണ്? ഉറപ്പുള്ള ഭിത്തിയിൽ അതിന് മേലെ നമ്മുടെ ഇരുമ്പിൻ്റെ മെഷ് എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ നെറ്റ് അടിച്ചതിന് ശേഷം അതിലേക്ക് സിമെൻറ്റ് പതിപ്പിക്കുന്ന പരിപാടിയാണ്. അത് എന്തിനാണ് സാധാരണ ഉപയോഗിക്കുക? ഉറപ്പുള്ള ഭിത്തിയിൽ നിന്ന് മണ്ണും ചെളികളെല്ലാം ഒളിച്ച് റോഡിലേക്ക് വീഴാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ സോയിൽ ലൈനിങ് എന്ന് പറയുന്നത് അല്ലേ? ഈ സ്ഥലത്ത് ഇങ്ങനെ കുത്തനെ വെട്ടിക്കീറി വെച്ചിട്ട് അതിന് മേലെ സോയിൽ ലൈനിങ് നടത്തിയാൽ മതിയോ? വേണ്ട. അവിടെ റോക്കുണ്ടോ? ഞാൻ ഈ 2 ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടായിരുന്നില്ല, പക്ഷേ വാർത്ത നല്ല രീതിയിൽ കേൾക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം റോക്ക് വേണ്ടേ അവിടെ? റോക്ക് എവിടെയാണ്? റോക്കിലേക്ക് എത്തിയിട്ടില്ല. റോക്ക് മുന്നിൽ തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിലേക്ക് പോകുന്ന വഴിയാണ് ഈ സോയിലിങ്. അവിടെ റോക്ക് ലൈനിങ് നടത്തിയിട്ടില്ല എന്ന് പറയുന്നത്. അവിടെ റോക്ക് വേണ്ടേ?
അവിടെ ആകെ ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ആകെ ചെയ്യാൻ കഴിയുന്നത് ഒന്നിലേ വലിയ രീതിയിൽ പിന്നെ അടിയിൽ പിന്നെ എന്താണ് ഫൗണ്ടേഷൻ വലിയ രീതിയിൽ താത്തി വലിയ രീതിയിൽ അത് പിന്നെ എന്താണ് പിന്നെ റീറ്റെയിനിങ് വാളിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ പറ്റും അല്ലേ? അങ്ങനെയല്ലേ സാധാരണ നമ്മൾ ചെയ്യുക. ഇതിന് നമ്മളിങ്ങനെ വലിയ രീതിയിൽ പറഞ്ഞു ഇതാണ് ടെക്നിക്കൽ നെയിം, ഇതാണ് ടെക്നിക്കൽ നെയിം, ഇങ്ങനെ പറയാൻ പാടുള്ളൂ. ഗുഹയ്ക്ക് അല്ല എന്താണ് തുരങ്കയ്ക്ക് ഇത് നിങ്ങൾ ടെക്നിക്കൽ നെയിമേ ഉപയോഗിക്കാൻ പാടുന്ന പറഞ്ഞാൽ നമ്മളെ കൺഫ്യൂഷനാക്കുകയാണ്. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. എന്താണ് നേരെ വെട്ടിക്കീറി വെച്ചിട്ട് അതിന് മേലെ ഇവന്മാർ നെറ്റ് അടിച്ച് അതിന് മേലെ സ്പ്രേ ചെയ്ത് വെച്ചേക്കാണ് കോൺക്രീറ്റ്. അതെല്ലാം കൂടി ഇടിഞ്ഞ് താഴെ വീണു എന്നുള്ളതാണ് സത്യം. അതിന് നിങ്ങൾ പിന്നെ സോയിൽ നെയിലിംഗ് നടത്തിയിട്ടില്ല, നിങ്ങൾ റോക്ക് നെയിലിംഗ് നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൺഫ്യൂഷനാക്കാണ്. അരുൺ സാറേ ഒന്നും വേണ്ട, നിങ്ങൾ ഒരു 30 മീറ്റർ ചെരുവിൽ ആ സാധനം ചെയ്തിരുന്നത് ഇടിഞ്ഞു വീഴില്ല. സിമ്പിൾ ഇത്രയേ ഉള്ളൂ, അത്രേ ഉള്ളൂ. തുടക്കത്തിൽ നിന്ന് ചെരിയുന്നത് ഒരു 30 മീറ്റർ സ്ലോപ്പ് ഇട്ടാൽ തരില്ല, സ്ലോപ്പ് ഇടാൻ കഴിയില്ല. 15 അടിക്ക് അപ്പുറം എന്താ ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പിന്നെ കൊങ്കൺ റെയിൽവേ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഈ റോക്ക് ഫോറസ്റ്റ് ഇടിഞ്ഞിങ്ങ് പോന്നു. ഫോറസ്റ്റ് ഇടിഞ്ഞു പോരുന്നേ, കാരണം കുത്തര കെട്ടി വെച്ചാൽ ഫോറസ്റ്റ് ഇടിഞ്ഞു പോരാ. ഇങ്ങനെ പുറകിൽ ഫോറസ്റ്റാണ്. പിന്നെ ഈ ഭൂമിക്ക് അറിയില്ലല്ലോ നിങ്ങൾ ഫോറസ്റ്റ് കൈ വെച്ചിരിക്കുകയാണ്, നിങ്ങൾ വറ്റ വെച്ചിരിക്കുകയെന്ന് അറിയില്ലല്ലോ, മൊത്തം കൂടി ഇടിഞ്ഞു പോന്നു എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ അടുത്ത വലിയ ന്യായീകരണം ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി തുടങ്ങി സാധാരണ ഉദ്യോഗസ്ഥന്മാർ വരെയാന്ന് ഓർക്കണം കേട്ടോ. എന്താണ് സംഭവിക്കുന്നത്? ഒരു സംവിധാനം ഇടിഞ്ഞു വീഴുന്നു, ആദ്യം തന്നെ ഒരു ബ്ലെയിം ഒരാളുടെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കുകയാണ്, അത് നിങ്ങൾ മണ്ണ് കൂട്ടി അടച്ചതുകൊണ്ടാണ് എന്നുള്ളത് പറയുകയാണ്. സാറേ ഒരു നോർമൽ സംവിധാനമല്ലേ, ഒരു സ്ഥലത്ത് തുറക്കുന്ന സമയത്ത് ഈ മണ്ണ് കൊണ്ടിടാൻ ഒരു സ്ഥലം വേണം എന്നുള്ളത് സാധാരണ ഇപ്പം ഞാൻ പറയുന്നത് ഇപ്പം ഞാനൊരു വീടിന് തറയെടുക്കുകയാണെങ്കിൽ ആ വീടിന് തറയെടുക്കുന്ന മണ്ണ് കൊണ്ടിടാൻ സ്ഥലം എത്തൂലേ? ഇത്രയും വലിയൊരു തുരങ്കം തുറക്കുന്ന സമയത്ത് അത് കൊണ്ടിടാനൊരു സ്ഥലമില്ല പോലും. അതെന്ത് ചെയ്തേക്കാണ്? താഴേന്ന് മണ്ണെടുത്ത് മേലേക്ക് വെച്ചിരിക്കുകയാണ്. നമ്മൾ സാധാരണ താഴേന്ന് മണ്ണെടുത്ത് പുറത്തേക്ക് കളയല്ലേ, ഇത് താഴേന്ന് മണ്ണെടുത്ത് മേലേക്ക് വെക്കുക. എന്നിട്ട് അതിന് പുതിയ ന്യായീകരണം കണ്ടു, അത് ഉപയോഗിക്കാനൊരു സ്ഥലം ഞങ്ങൾക്ക് ഭാവിയിൽ എവിടെയാണ് സാറേ തുരങ്കം തുറക്കുന്ന സമയത്ത് ഭാവിയിൽ മണ്ണ് ഉപയോഗിക്കേണ്ടി വരിക? ആ സ്ഥലം ഒന്ന് പറഞ്ഞു തന്നാൽ ഈ മേലെ ഉപയോഗിക്കുന്ന മണ്ണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഒറ്റ കാര്യമുള്ളൂ സാറേ, ഇത് കൊണ്ടിടാൻ എന്തില്ല, സ്ഥലമില്ല. ഇതങ്ങനെ പറഞ്ഞാൽ മതി, ഈ സ്ഥലമില്ല. എന്നിട്ട് സർക്കാർ അത് പറയുന്നുണ്ട്, സർക്കാർ പറയുന്നു അത് കൊങ്കൺ കമ്പനീൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത്. സുനിൽ സാർ ഒരു ഭാഗം പറഞ്ഞു പോയി. ഞാൻ ഒറ്റ കാര്യം പറയാം, ഈ സർക്കാരിൻ്റെ ജോലി ആരാണ് ഈ പ്രൊജക്റ്റിൻ്റെ മേൽനോട്ട ചുമതല? ഏത് ഉദ്യോഗസ്ഥനാണ് ഈ തുരങ്കത്തിൻ്റെ മുൻപിലുള്ള ചുമതലയുള്ളത്? ഇത് പൊളിക്കരുത്, ഇത് ചെയ്യരുത്, ഇങ്ങനെ സ്ലോപ്പ് വേണം. നമ്മളൊരു ബിൽഡിങ് വേണം, വീട് വേണം, ഒരു എഞ്ചിനീയർ ഉണ്ടാവുമല്ലോ. നമ്മുടെ ഭാഗത്ത് ഒരു എഞ്ചിനീയർ പണിയെടുക്കും. നമ്മളാണ് മുതലാളിയെങ്കിൽ നമ്മുടെ ഒരാളെ വെച്ചിട്ട് ഇത് നോക്കി നടത്തുമല്ലോ. ഈ നോക്കി നടക്കുന്ന ഉദ്യോഗസ്ഥൻ ആരാ അവിടെ? ദുരന്ത നിവാരണ അതോറിറ്റിയാണോ? ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പണി എന്താ? ഈ തുരങ്കം ഉണ്ടാക്കല അതാണോ? ഇപ്പോൾ ഇത് ആരെ ഇംപ്ലിമെൻ്റ് ചെയ്യണ്ടേ? PWD ആണോ? PWD എന്ന് പറഞ്ഞിട്ട് പറയുന്നവരെന്നറിയോ? വയനാട്ടിലെ PWDയുടെ സബ് എഞ്ചിനീയറാണ് പോലും. സാറേ വയനാട്ടിലെ PWDയുടെ സബ് എഞ്ചിനീയർക്ക് താങ്ങാൻ പറ്റുന്ന പ്രൊജക്റ്റാണോ ഈ പറയുന്ന തുരങ്കപാത? ഒന്ന് സിമ്പിളായിട്ട് ചിന്തിച്ചാൽ പോരെ. വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള ഒരു PWD സബ് എഞ്ചിനീയർക്ക് തീരുമാനിക്കാൻ പറ്റുന്ന തീരുമാനമാണോ കൊങ്കൺ റെയിൽവേ പോലുള്ള വലിയ കമ്പനിക്ക് തുരങ്കപാത എടുത്തു കൊടുക്കുന്നത്? അത് അവരുടെ ഉത്തരവാദിത്തമാണോ? ഈ പറയുന്ന PWD സെക്രട്ടറി വന്ന് പറയുന്നു മണ്ണെടുത്ത് മാറ്റേണ്ട എന്ന് പറയുന്നു, കലക്ടർ പറയുന്നു മണ്ണെടുത്ത് മാറ്റണമെന്ന്. ഈ കലക്ടർക്ക് ഇതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? PWD സെക്രട്ടറിക്ക് ഇതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? കാരണം പേപ്പറിൽ എഴുതുന്നതല്ലല്ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പേപ്പറിൽ നമുക്ക് എഴുതാം, അതാണോ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? സെക്രട്ടറി വന്ന് നോക്കിയാൽ അത് കുഴപ്പമില്ലല്ലോ, മണ്ണ് കുറയണ്ടല്ലോ, എടുത്ത് മാറ്റിക്കോളൂ എന്ന് പറയാൻ പറ്റുമോ? അതിനൊരു എഞ്ചിനീയർ വേണ്ടേ? ആ എഞ്ചിനീയർ എവിടെ ഉണ്ടോ? അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവാത്തിട്ടൊന്നുമല്ല. കാരണം എന്താണ്? ഇത് പറയത്തില്ല. കാരണം ഇപ്പം ഇനി എന്താ പറയുന്നത്? ഇനിയിപ്പം രാഷ്ട്രീയ ആരോപണമാണ് കേട്ടോ. ഞങ്ങൾ പണിതുകൊണ്ടല്ല, നിങ്ങൾ പണിതുകൊണ്ടാണ്, പിന്നെ അത് ഞങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല, നിങ്ങൾ ഏൽപ്പിച്ചിട്ടില്ല. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് സർക്കാരിൻ്റെ, മുന്നത്തെ സർക്കാരിൻ്റെ ഇപ്പുറ സർക്കാരിൻ്റെ അല്ല. സർക്കാർ ഒരു മേൽനോട്ട സംവിധാനം വേണ്ടേ? ആ മേൽനോട്ട സംവിധാനം ഉണ്ടോ? ഇവർക്ക് വല്ല ധാരണയുണ്ടോ? ഇതെന്താണ്? ഇത് ചേമ്പ്രാപ്പീക്കാണ്. ഈ ചേമ്പ്രാപ്പീക്കിൻ്റെ പ്രത്യേകത എന്താ? ഒറ്റ സ്ട്രെച്ചിന് ഈ പറയുന്ന റോക്ക് അങ്ങേ പിന്നെ ആനിക്കാൻ പോലും ഒരു ഉണ്ടാവുമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ചേമ്പ്രാപ്പീക്കിനെ അറിയാവുന്ന ഒരാൾ പോലും അത് പറയില്ല. ഇവിടുന്ന് തുടങ്ങുന്ന റോക്ക് ഇത് ആനിക്കാൻ പോലും വരെ ഉണ്ടാവും എന്ന് ഒരു വിശ്വാസത്തിൻ്റെ മേലെ തുറക്കുകയാണ്. അതിനൊരു റിപ്പോർട്ട് നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഒരു റിപ്പോർട്ട് കണ്ടോ? ഈ റോക്കിൻ്റെ സ്ട്രെങ്ത് എത്രയാണ്, റോക്കിൻ്റെ ഏത് രീതിയിൽ വരെ ഉണ്ട് എന്നുള്ളത്. എന്നിട്ട് ഇന്നെന്താ പറയുന്നറിയോ? ഭൂഗർഭജലത്തിൻ്റെ പിന്നെ എന്താണ് അതിൻ്റെ പിന്നെ നീരൊഴുക്ക് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അറിയാൻ കഴിയാതെയാണോ സാറേ ഈ പറയുന്ന ഇത് തുറക്കാൻ പോയത്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, ഒരു മണ്ണ് കൂട്ടിയിരിക്കുന്നു, അതിന് മേലെ ഷീറ്റിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് അതിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടാണ്. ഷീറ്റിന് മേലെ കൂടെയാണ് വെള്ളം ഇറങ്ങുന്നത്. ഈ മലയിൽ കൂടെ ഒഴുകുന്ന വെള്ളം മുഴുവൻ അടിയിൽ കൂടെയല്ലേ വരുന്നത്. ഇതെല്ലാം കൂടി അടിച്ചുകൊണ്ട് കൊണ്ടുപോകത്തില്ലേ?
ഇതുപോലും എന്നിട്ട് അത് നമ്മളോട് പറഞ്ഞിട്ട് നമ്മളാണല്ലോ ബുദ്ധിജീവികൾ കേരളത്തിലെ, അല്ലെങ്കിൽ ലോകത്ത് മലയാളികൾക്കാണല്ലോ ബുദ്ധി കൂടുതലുള്ളത്. എന്നിട്ട് ഇവർ നമ്മളെ പഠിപ്പിക്കുകയാണ് എന്ത്, ഞങ്ങൾ ഷീറ്റിട്ട് മൂടിയിരുന്നു, അതുകൊണ്ട് ഇനി ഈ സാധനം ഒഴിച്ചു പോകത്തില്ല, ആ സാധനം അനങ്ങാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത് മന്ത്രിമാരും MLA മാരും വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് ഇതിങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് വയനാട്ടുകാരെ മനുഷ്യരായി കാണുന്നുണ്ടെങ്കിൽ, മനസ്സിലായോ? അവിടെ വയനാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? അവിടെ റോഡിൻ്റെ പ്രശ്നമുണ്ട്, അവിടെ ഗതാഗത പ്രശ്നമുണ്ട്. അതിനെല്ലാവരും കൂടെ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഒരു 2 ദിവസം മീറ്റിംഗ് എടുത്താൽ തീരുന്ന പ്രശ്നം എന്തുള്ളൂ? വയനാട്ടിലെ ഗതാഗത പ്രശ്നം തീരാൻ വേണ്ടിയിട്ട്. ഇന്നേ വരെ എടുത്തിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വർഷം 10 വർഷം ഇടതുവർഷം ഇരുന്നിട്ട് എടുത്തിട്ടില്ല. അതിന് മുൻപ് ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ എടുത്തിട്ടില്ല. അതിന് ശേഷം വന്ന ഇപ്പം 3 മാസമായല്ലോ, 2 മാസമായി. 2 മാസമായിട്ട് VD സതീശൻ സർക്കാർ എടുത്തിട്ടില്ല, ഒരാളും എടുത്തിട്ടില്ല. പിന്നെ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാറുണ്ട് സാറേ, ഇത് ഇവിടെയല്ല, എവിടെയാണെങ്കിലും വയനാട്ടിൽ എവിടെയാണെങ്കിലും ജൂൺ ജൂലൈ മാസത്തിൽ ഒരു പണി നടക്കത്തില്ല. എന്നിട്ട് ദുരന്ത നിവാരണ ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറയുന്ന ദുരന്ത നിവാരണ അതോറിറ്റി ഉണ്ടല്ലോ, അവർ ജൂണിൽ പണിയെടുത്ത സമയത്ത് അവിടെ പോയി കിടക്കായിരുന്നു. ജൂണിൽ പണിയെടുത്ത സമയത്ത് വന്ന് പറയണ്ടേ ഇവിടെ പണിയെടുക്കാൻ പറ്റില്ല, ഈ സമയത്ത് പണിയെടുക്കാൻ പാടില്ല. ഇത് ആരോട് കത്ത് കൊടുത്തുന്നേ? അതാ ഞാൻ പറഞ്ഞത്. ഈ കത്ത് കൊടുക്കുന്നത് ആരാ? വില്ലേജ് ഓഫീസർ റേഞ്ചിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൊണ്ടായിട്ട് കൊടുക്കുകയാണ്. കാരണം കൊങ്കൺ റെയിൽവേ എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരിൻ്റെ അടുത്ത് നേരിട്ട് ഓർഡർ മേടിക്കുന്ന കമ്പനിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വില്ലേജ് ഓഫീസറെ കണക്കാക്കേണ്ട കാര്യമുണ്ട്. മന്ത്രി പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പോഴാണ് കത്ത് കൊടുത്തു എന്ന് പറയുന്നത്. അതിനൊരു പുല്ലുമല്ല. എത്ര കത്ത് കൊടുത്തു? എന്തെങ്കിലും വെച്ചോ? അപ്പം ഈ അവിടെ ഞാൻ തുരങ്കപാത വേണം എന്നൊന്നും പറയില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, എന്താണ്? അവിടെ ഒരു പാത വേണം. വയനാട്ടുകാർക്ക് മറ്റുള്ള ജില്ലകളുമായി ബന്ധപ്പെട്ട് അവർ അത്യാവശ്യ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞതിനിടയ്ക്ക് പറഞ്ഞതാണ്. ഇപ്പോൾ വയനാട്ടിൽ ചുരം നന്നാക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയൊക്കെ പോകുന്ന സമയത്ത് പെരും മഴയാണ് സാറേ. ആ പെരും മഴയത്ത് 300-ൻ്റെ ഇറ്റാച്ചി നിന്ന് പണിയെടുക്കുകയാണ്. പെരും മഴ. ആ സൈഡിലുള്ള മരം മുഴുവൻ മുറിച്ചു കളഞ്ഞു. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഹിറ്റാച്ചി പണിയെടുക്കുകയാണ്. ഈ ജൂൺ ജൂലൈ മാസത്തിൽ മാത്രമേ അവർക്ക് അവിടെ പണിയെടുക്കാൻ തോന്നിയുള്ളൂ. കാരണം അതിന് മുൻപ് 8-9 മാസം വെയിലുള്ള കുറച്ച് മാസങ്ങളുണ്ട്. ഇപ്പം പണിയെടുത്തു. എന്നിട്ട് ഇപ്പോൾ കോൺവോയ് ആയിട്ട് ഒരു സൈഡിൽ കൂടെ വണ്ടി വിടുകയാണ്, ഒരു കോൺവോയ് ആയിട്ട്. ഇത് എന്തിനായി പോയി തുറക്കുന്നത്? വയനാട്ടിൽ ആകെ എത്ര വീതിയാണുള്ളത്? 20 അടി 25 അടി വീതിയിലാണ് ഒരു ഹൈവേ പോകുന്നത്, ചുരത്തിൽ കൂടെ ഹൈവേ പോകുന്നത്. ആ 25 വീതിയിലാണ് ഈ അഭ്യാസം മുഴുവൻ നടക്കുന്നത്, അല്ലേ? അതിൻ്റെ സൈഡിൽ JCB വേറെ മാന്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലും പ്രോപ്പറായിട്ട് ഇവർ ചെയ്യുന്നില്ല. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഞാൻ ഈ ടി സിദ്ദിഖിനോട് കാര്യം പറയാനുള്ളത്, അദ്ദേഹം MLA ആകുന്നതിന് മന്ത്രിയാകുന്നതിന് മുൻപ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ചുരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പറഞ്ഞ കാര്യം എന്താണ്? ഇത് ഗതാഗത പ്രശ്നമാണ്, ഇതിന് തീരുമാനം സർക്കാരിൻ്റെ പൂർണ്ണമായ അനാസ്ഥയാണ് എന്ന് പറഞ്ഞ് ടി സിദ്ദിഖ് മന്ത്രിയായിപ്പോൾ, അല്ലേ? ഇപ്പം എന്താ സംഭവം എന്നറിയോ? ആ പണിയെടുക്കുന്ന JCB ഡ്രൈവറില്ലേ, ഹിറ്റാച്ചിൻ്റെ ഡ്രൈവർ, അദ്ദേഹമാണ് അവിടെ നിന്നിട്ട് ഗതാഗതം നിയന്ത്രിക്കുന്നത്. ഒരെണ്ണം അങ്ങോട്ട് പോട്ടെ, ഒരെണ്ണം ഇങ്ങോട്ട് വരാം. 100-400 വണ്ടി ബ്ലോക്കിൽ കിടക്കുന്ന സമയത്ത് വയനാട്ടിൽ നിന്ന് ആംബുലൻസ് അടക്കുമ്പോൾ ബ്ലോക്കിൽ കിടക്കുമ്പോൾ നിയന്ത്രിക്കുന്ന ആരാ? അവിടെ പോലീസുകാരെ പോലും കണ്ടിട്ടില്ല. നമ്മൾ കണ്ടതാരാ? ഈ പറയുന്ന JCBൻ്റെ ഡ്രൈവറെയാണ്, അല്ലെങ്കിൽ ഇറ്റാച്ചിൻ്റെ ക്ലീനറെയാണ് കാണുന്നത്. ആ വണ്ടി ഇങ്ങോട്ട് പോട്ടെ ഇങ്ങോട്ട് പോട്ടെ. ഇതുപോലും ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ നിയന്ത്രിക്കാൻ പറ്റാത്തത്? ഇത് എറണാകുളം ഹൈവേയിൽ നടക്കുമോ? ഇത് തൃശ്ശൂരേക്ക് പോകുന്ന ഹൈവേയിൽ നടക്കുമോ? എന്തുകൊണ്ടാണ്? വയനാട്ടിലേക്ക് ആയതുകൊണ്ട് മാത്രമാണ്. കാരണം അവരാരും വന്നിട്ട് നാളെ രാവിലെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല, നാളെ രാവിലെ തിരുവനന്തപുരത്ത് വന്ന് കൊടി പിടിക്കാൻ പോകുന്നില്ല, നാളെ ഈ പറയുന്ന പ്രശ്നമില്ല. ഇനി ഓരോ MLA തോറ്റാലും ബാക്കി ആകെ 3 എണ്ണമല്ലേ ഉള്ളൂ. അപ്പോൾ ഒരെണ്ണം തോറ്റാലും കിട്ടിയാലും കുഴപ്പമില്ല, പോയാലും കുഴപ്പമില്ല എന്നുള്ളൊരു സംവിധാനം കൊണ്ട്. അപ്പോൾ പൂർണ്ണമായ അനാസ്ഥ വയനാട്ടുകാരെ അവഗണിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിനൊരു കാര്യം എന്ന് പറയുന്നത്. Meet the editors.